സിജു കണന്ത മൂകാംബികയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. അവിടുത്തെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. സിജു, അക്ഷരമെഴുതാൻ മൂകാംബികയിലേക്ക് മലയാളികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഒരു മലയാളികളുടെ ക്ഷേത്രമായി മൂകാംബിക മാറുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യ അക്ഷരം കുറിക്കാൻ ഇന്നത്തെ കാഴ്ചകൾ എന്താണ് സിജു അവിടെ? മനു, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വിജയദശമി ഏറെ പ്രത്യേകതകളുള്ള ദിവസമാണ്. വിദ്യാരംഭം കുറിക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകളാണ് ഇവിടെ എത്തുന്നത്. അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ക്ഷേത്രം ഉടുപ്പിയിലാണെങ്കിലും കർണാടകയിലെ ഉടുപ്പി ജില്ലയിലാണെങ്കിലും കേരളത്തിൽ നിന്നുള്ള ഭൂരിഭാഗം വിശ്വാസികളും എത്തുന്ന സ്ഥലമാണ്. 80% കേരളത്തിൽ നിന്നുള്ള ആളുകളാണ്. ഇവിടെയുള്ള വിദ്യാരംഭ ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് തന്നെ നട തുറന്നു. അതിനുശേഷം 4 മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ വിദ്യാരംഭം കുറിക്കുന്നതിന് വേണ്ടി, ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ആയിരക്കണക്കിന് മലയാളികൾ അവരുടെ കുരുന്നുകളുമായി എത്തിയിരുന്നു. അതിൻ്റെ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് സൂചിപ്പിച്ചതുപോലെ വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. ചിലർ വളരെ അത്ഭുതത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നു കുരുന്നുകൾ. ചിലർ വളരെ ഒരു പരിഭവമില്ലാതെ അരിയിൽ എഴുതുന്നു. മറ്റു ചിലർ ചെറിയ ആശങ്കയുണ്ട്, അവർ ചെറിയ ഭയത്തോടു കൂടി കരയുന്നു. എന്തായാലും ആദ്യാക്ഷരത്തിൻ്റെ ലോകത്തേക്ക് ഈ കുരുന്നുകൾ എത്തുകയാണ്. ഇവിടെ നടക്കുന്ന ചടങ്ങ് എങ്ങനെയാണ്? ആദ്യം കുട്ടികളുമായി എത്തുമ്പോൾ ഇവർക്ക് അരിയുള്ള ഒരു താലം കൈമാറുന്നു. താലം കൈമാറിയതിന് ശേഷം ഈ അരിയിലാണ് എഴുതിക്കുന്നത്. ആദ്യം ഗണപതി സ്തുതിയാണ്. ഗുരുവായി ധ്യാനിച്ച് ഗണപതി സ്തുതി, പിന്നീട് സരസ്വതി ശ്രുതി. അതിനുശേഷം അരിയിൽ മഞ്ഞൾ കൊണ്ട് ഹരിശ്രീ എന്ന് കുറിക്കുകയാണ്. അതിനുശേഷം സ്വർണം കൊണ്ട്, നമ്മൾ കൊടുക്കുന്ന സ്വർണം കൊണ്ട് നാക്കിൽ എഴുതിക്കുക എന്നുള്ളതാണ് ഒരു ചടങ്ങ്. ആ ചടങ്ങ് കൂടി പൂർത്തിയായതിനു ശേഷം ഈ അരിയിൽ പിന്നീട് അക്ഷരങ്ങൾ എഴുതിക്കുന്നു, പിന്നീട് അക്കങ്ങൾ എഴുതിക്കുന്നു. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും അവരുടെ പ്രാദേശിക ഭാഷകളിലെല്ലാം തന്നെ എഴുതിക്കുന്നു എന്നുള്ളതാണ് ഈ ചടങ്ങ്. അങ്ങനെയാണ് ഈ ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങ് പൂർത്തിയാക്കുന്നത്. വളരെ രസകരമായ ഒരാളിത് ഇവിടെ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചോദിച്ചു നോക്കാം. മോൻ എഴുതിയോ? ഒറ്റപ്പാലം. അതെ, അത് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, നേർച്ച ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ എഴുതിച്ച. അപ്പോൾ ഇവിടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ചെറിയൊരു ആശങ്കയിൽ ഇങ്ങനെ കരയുന്നത് നമുക്ക് കാണാം. എന്തായാലും ആദ്യാക്ഷരം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരാൾ തൊട്ട് അടുത്ത് എഴുതി കഴിഞ്ഞതിൻ്റെ ഒരു അമ്പരപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി കുട്ടികൾ, വളരെ രസകരമായ കാഴ്ചയാണ്. കണ്ടോ, ആ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാകും. വളരെ രസകരമായി ഇതിനെ കാണുകയാണ് ആദ്യാക്ഷരം കുറിക്കുന്നതിന്. നോക്കാം എവിടെ നിന്നാണ് ഈ കുരുന്ന് വന്നതെന്ന്. മോനെ, ഇവിടെ ഞങ്ങൾ ഇന്ന് രാവിലെ എത്തിയ ആളുകളുണ്ട്, ഇന്നലെ രാത്രി എത്തിയ ആളുകളുണ്ട്. ഇപ്പോൾ തൊട്ടടുത്തത് ഒരാൾ മഞ്ഞൾ ഇപ്പോഴും അത് കയ്യിൽ നിന്ന് കളഞ്ഞിട്ടില്ല, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചടങ്ങ് കഴിഞ്ഞിട്ടും ഈ അരിയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായി. അടിപൊളി, കോഴിക്കോടാണ്. ശരിക്കും കോഴിക്കോടാണ് ഞങ്ങൾ. ഇന്നലെ ഇവിടെ എത്തി, ഇന്നലെ രാത്രി എത്തി ഇവിടെ. വളരെ സൂപ്പറായി എഴുതിയെന്നാണ് പറയുന്നത് ഈ കുഞ്ഞുമോള് പറയുന്നത്. അപ്പോൾ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ചടങ്ങുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ചണ്ഡിക യാഗം നടക്കുന്ന യാഗശാലയുടെ അടുത്തും അതിൻ്റെ തൊട്ട് പുറത്തുമെല്ലാമായാണ് എഴുത്തിനെടുത്ത് ചടങ്ങ് നടക്കുന്നത്. ഇന്ന് രാവിലെ 4 മണി മുതൽ തന്നെ തുടങ്ങിയതുകൊണ്ട് ചടങ്ങുകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പൂർത്തിയാവുകയാണ്. 1500ഓളം പേർക്ക് ഇപ്പോൾ നിലവിൽ ഇവിടെ അക്ഷരം കുറിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന ആളുകളുടെ ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. ഇപ്പോൾ ഈ എഴുത്തിനെടുത്ത് ചടങ്ങ് നടക്കുന്ന സമയത്ത് അവരുടെ കൂടെ വന്ന ആളുകളെല്ലാം തന്നെ വളരെ കൗതുകത്തോടു കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവരുടെ ഈ ചടങ്ങ് കഴിഞ്ഞാൽ അടുത്ത ആളുകൾക്കുള്ള അവസരമാണ്. ഏതായാലും എഴുത്തിനെടുത്തൽ ചടങ്ങ് ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. തിരക്കിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. രാവിലെ 4 മണി മുതൽ തന്നെ ഇത് ആരംഭിച്ചതുകൊണ്ട് തിരക്ക് വളരെയധികം
കുറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് ഒരു 8-9 മണിയോടുകൂടി ചടങ്ങ് പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകൻ നിത്യാനന്ദ അടികയുൾപ്പെടെ 20ഓളം ഗുരുക്കന്മാരാണ് ഇവിടെ എഴുത്തിനിരുത്തൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്.